നമസ്കാരം കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും പറയാനുള്ളതെല്ലാം പറയാൻ ആഗ്രഹമുണ്ടായിട്ടും സമയം വന്നപ്പോൾ മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ പറയരുതാത്തത് പറയുകയും ചെയ്ത അനുഭവമുണ്ടായിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾ രാത്രി മുഴുവൻ വിഷമിച്ചിരിക്കാറുണ്ടോ? അയ്യോ, അന്നെനിക്കത് പറയാമായിരുന്നു, അല്പം കൂടി തന്ത്രപരമായി സംസാരിക്കാമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും ഒറ്റക്കല്ല. ഈ പ്രശ്നം എല്ലാവർക്കുമുണ്ട്. സ്കൂളിൽ, ഓഫീസിൽ, ബന്ധങ്ങളിൽ, എന്തിന് സോഷ്യൽ മീഡിയയിൽ പോലും. വ്യത്യാസം ഇത്രമാത്രം: ചില ആളുകൾ സംസാരിക്കാൻ പഠിക്കുന്നു, മറ്റുള്ളവർ കേൾവിക്കാരായി മാത്രം തുടരുന്നു. ഇനി വേണ്ട, നിങ്ങൾ സംസാരിച്ചു തുടങ്ങണം. എന്നാൽ ഇനി അതുണ്ടാകരുത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് 10 മനഃശാസ്ത്രപരമായ തന്ത്രങ്ങൾ പറഞ്ഞുതരാൻ പോകുകയാണ്. അത് നിങ്ങളുടെ സംസാരശേഷിയെ തിളക്കമുള്ളതാക്കും. സംസാരിക്കാനുള്ള കല ഒരു മാന്ത്രിക വിദ്യയ്ക്ക് തുല്യമാണ്. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം കാണിക്കുക മാത്രമല്ല, ആളുകൾ നിങ്ങളെ ഗൗരവമായി എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ സംസാരരീതിയാണ്. ഈ മാന്ത്രിക വിദ്യ മനസ്സിലാക്കാൻ നിങ്ങൾ തന്ത്രപരമായി സംസാരിക്കാൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ചാണക്യനീതിയുടെ പ്രാധാന്യം. നീതികൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും പ്രസക്തി നഷ്ടപ്പെടാത്ത ചാണക്യൻ പറയുന്നു, സംസാരമാണ് ബന്ധങ്ങളുണ്ടാക്കുകയോ തകർക്കുകയോ ചെയ്യുന്ന ഒരേയൊരു കാര്യം. ഒരു വ്യക്തിക്ക് സമയത്തിനും സാഹചര്യത്തിനുമനുസരിച്ച് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഏത് സാഹചര്യത്തെയും തന്റെ വരുതിയിലാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കാരണം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് അമിതമായ ലാളിത്യമുള്ള ആളുകൾക്കാണ്. വേണ്ട എന്ന് പറയാൻ കഴിയാത്ത എല്ലാ കാര്യത്തിലും മിണ്ടാതിരിക്കുന്ന, എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് മറ്റുള്ളവർ ആദ്യം മുതലെടുക്കുന്നത്. കാട്ടിൽ ആദ്യം മുറിക്കപ്പെടുന്നത് നേരെയുള്ള മരമാണ്, അതുപോലെ ജീവിതത്തിലും ആദ്യം വെട്ടിവീഴ്ത്തപ്പെടുന്നത് നേരായ മനുഷ്യരാണ്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നേരായ മരവും നേരായ മനുഷ്യനും ആദ്യം മുറിക്കപ്പെടുന്നു. ഈ സത്യം ഇന്നും അതുപോലെ നിലനിൽക്കുന്നു. സംസാരമാണ് വ്യക്തിത്വം. കൂട്ടുകാരെ, നിങ്ങളൊരാളെ കണ്ടുമുട്ടുന്നു. കാണാൻ വളരെ നല്ലതാണ്, നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നു, ആദ്യ കാഴ്ചയിൽ വളരെ ആകർഷണീയമായി തോന്നുന്നു. എന്നാൽ സംസാരിക്കാൻ തുടങ്ങിയാൽ അയാളുടെ നല്ല പ്രതിച്ഛായ അപ്പാടെ മാഞ്ഞുപോകുന്നു. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? ഒരു വ്യക്തിയുടെ യഥാർത്ഥ വ്യക്തിത്വം അയാളുടെ സംസാരരീതിയിലാണ്. നിങ്ങൾ എത്ര ബുദ്ധിമാനായാലും എത്ര നല്ല രൂപമുള്ളവനായാലും ശരിയായി സംസാരിക്കാൻ അറിയില്ലെങ്കിൽ ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നുപോകും. അതുകൊണ്ടാണ് ഈ ലോകത്ത് അറിവും അനുഭവസമ്പത്തുമുണ്ടായിട്ടും സ്വന്തം കാര്യം പറയാൻ കഴിയാത്ത നിരവധി ആളുകളുള്ളത്. സംസാരിക്കാൻ അറിയാത്ത ഒരു നവജാത ശിശുവിനെപ്പോലെയാണ് എല്ലാം ഉണ്ടായിട്ടും ആശയവിനിമയ ശേഷിയില്ലാത്തവരുടെ അവസ്ഥ. വാക്കുകളോ വഴികളോ അവർക്കറിയില്ല. അതുകാരണം പല പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലും അവർ സ്വന്തം മതിപ്പ് കളഞ്ഞു കുളിക്കുന്നു. എന്നിട്ട് പിന്നീട് ചിന്തിച്ചിരിക്കും, അന്ന് ഞാൻ അത് പറഞ്ഞിരുന്നെങ്കിൽ, ആ സമയം ഞാൻ അങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ ഫലം മറ്റൊന്നാകുമായിരുന്നു. വാക്കുകളിലെ മാന്ത്രിക വിദ്യ. ഇനി അതൊരു ജോലിയുടെ അഭിമുഖമായാലും ബിസിനസ് ഡീലായാലും അപരിചിതനായ ഒരാളുമായി ആദ്യമായി കണ്ടുമുട്ടുന്നതായാലും അല്ലെങ്കിൽ ക്രഷുമൊത്തുള്ള ഡേറ്റിംഗ് ആയാലും, നിങ്ങളുടെ കാര്യം ശരിയായ രീതിയിൽ ആത്മവിശ്വാസത്തോടെയും തന്ത്രപരമായും പറയാൻ നിങ്ങൾക്കറിയാമെങ്കിൽ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് മേൽക്കൈ നേടാൻ കഴിയും. ഈ കഴിവ് ആളുകളെ ആകർഷിക്കുക മാത്രമല്ല, നിങ്ങളുടെ വാക്ക് അംഗീകരിക്കാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യും. ചാണക്യൻ പറയുന്നു, സംസാരിക്കാൻ അറിയാത്തവരെ ലോകം ഒരിക്കലും ഗൗരവമായി എടുക്കുകയില്ല. അതുകൊണ്ടുതന്നെ നിങ്ങൾ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിലും സംസാരിക്കുന്ന സമയത്തിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും ബുദ്ധി കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വ്യാജനാകേണ്ട ആവശ്യമില്ല. മുന്നിലിരിക്കുന്ന ആൾ വിഡ്ഢിയല്ല. നിങ്ങൾ ഒറിജിനലാണോ അതോ വ്യാജനാണോ എന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രാസംഗികർ വിശ്വസ്തരും ആകർഷകരുമായി തോന്നുന്നത് അവരെങ്ങനെയാണോ അതുപോലെ തന്നെ സ്വയം അവതരിപ്പിക്കുന്നതുകൊണ്ടാണ്. അവരുടെ ശബ്ദത്തിൽ തനിമയുണ്ട്, അവരുടെ വാക്കുകൾ ഹൃദയത്തിലെത്തുന്നു. അതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ആ 10 മനഃശാസ്ത്രപരമായ തന്ത്രങ്ങൾ പഠിക്കാൻ പോകുകയാണ്. അത് എല്ലാ സാഹചര്യങ്ങളിലും വിവേകത്തോടെ സംസാരിക്കാൻ, ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ, ദീർഘകാലം നിലനിൽക്കുന്ന ഒരു മതിപ്പ് സൃഷ്ടിക്കാൻ നിങ്ങളെ പഠിപ്പിക്കും. 10 മനഃശാസ്ത്രപരമായ തന്ത്രങ്ങൾ. തന്ത്രം 1: നിങ്ങളുടെ വാക്കിന് ഭാരം നൽകുക, സ്വയം ഗൗരവമായി എടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളെ ഗൗരവമായി എടുക്കണമെന്ന് എങ്കിൽ ആദ്യം നിങ്ങളെത്തന്നെ ഗൗരവമായി എടുക്കാൻ തുടങ്ങുക. ഇത് നിസ്സാരമായി തോന്നാം, എന്നാൽ ഇതാണ് ഏറ്റവും വലിയ തന്ത്രം. നിങ്ങളുടെ വാക്കുകളിൽ ഭാരം വരുമ്പോൾ മാത്രമേ ലോകം നിങ്ങൾക്ക് പ്രാധാന്യം നൽകുകയുള്ളൂ. നിങ്ങൾ ഓരോ തവണയും വളച്ചുതിരിച്ച് സംസാരിക്കുകയോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ ഒഴുകിപ്പോകുകയോ അല്ലെങ്കിൽ ഓരോ തവണയും നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് പിന്മാറുകയോ ചെയ്താൽ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങും, ഉറപ്പ്. ആചാര്യ ചാണക്യൻ പറഞ്ഞു, സ്വയം ബഹുമാനിക്കാത്തവനെ മറ്റാരും ബഹുമാനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളിൽ വ്യക്തതയും ആത്മവിശ്വാസവും ഒരു ഉറച്ച നിലപാടും പ്രതിഫലിക്കണം. നിങ്ങളുടെ പ്രായം കുറവാണെങ്കിലും നിങ്ങളുടെ സ്ഥാനമോ അനുഭവപരിചയമോ അത്രയില്ലെങ്കിലും നിങ്ങളുടെ കാര്യം ശക്തിയോടെയും സ്ഥിരതയോടെയും അവതരിപ്പിക്കുമ്പോൾ ഈ വ്യക്തി എളുപ്പത്തിൽ ഇളകിപ്പോകില്ലെന്ന് മുന്നിലുള്ള ആൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. വാക്കുകളുടെ തിരഞ്ഞെടുപ്പ്, ശബ്ദത്തിന്റെ ടോൺ, ശരീരഭാഷ, ഇതെല്ലാം ചേർന്നാണ് നിങ്ങളുടെ സംസാരത്തിന് എത്രത്തോളം ആഴത്തിലുള്ള സ്വാധീനമുണ്ടാകുമെന്ന് തീരുമാനിക്കുന്നത്. തന്ത്രം 2: ഒട്ടിനിൽക്കുന്ന കണ്ണുകൾ, സ്റ്റിക്കി ഐസ്. കണ്ണുകളിലൂടെയുള്ള സംസാരം ഒരു കലയാണ്.
തന്ത്രപരമായി സംസാരിക്കുക, എന്നാൽ വാക്കുകൾ കൊണ്ട് കളിക്കുക എന്നതിലുപരി ശരീരഭാഷ കൊണ്ടുകൂടിയാണ്. അതിലേറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് നിങ്ങളുടെ കണ്ണുകളുടെ ഉപയോഗമാണ്. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഒരാളുമായി സംസാരിക്കുകയാണ്, പക്ഷേ അവരുടെ നോട്ടം നിങ്ങളുടെ കണ്ണുകളിൽ നോക്കുന്നതിനു പകരം വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഫോണിൽ, ചിലപ്പോൾ ചുമരിൽ, ചിലപ്പോൾ ക്ലോക്കിൽ. ഇത് കാണുമ്പോൾ നിങ്ങൾക്കെന്തു തോന്നും? ഒരുപക്ഷേ നിങ്ങൾക്ക് അവയിലോ നിങ്ങളുടെ സംസാരത്തിലോ താൽപ്പര്യമില്ലെന്ന്. ഈ തെറ്റ് പലരും സ്വയം ചെയ്യുന്നു. സംസാരിക്കുമ്പോൾ നിങ്ങൾ മുന്നിലിരിക്കുന്ന ആളുടെ കണ്ണുകളിൽ നോക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ സംസാരത്തിന്റെ സ്വാധീനം പകുതിയായി കുറയും. ആചാര്യ ചാണക്യൻ പറയുന്നു, ബന്ധമുണ്ടെങ്കിൽ ഉറച്ചതാകട്ടെ, അല്ലെങ്കിൽ മൗനം നല്ലതാണ്. അതായത്, നിങ്ങൾ ഒരാളുമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയും സാന്നിധ്യവും വ്യക്തമായി കാണണം. ഒട്ടിനിൽക്കുന്ന കണ്ണുകൾ എന്നതിന്റെ അർത്ഥം സംഭാഷണത്തിനിടയിൽ മുന്നിലുള്ള ആളുടെ കണ്ണുകളിലേക്ക് നോക്കുക എന്നതാണ്. എന്നാൽ അത് സ്വാഭാവികമായ രീതിയിലായിരിക്കണം. നിങ്ങൾ തുറിച്ചുനോക്കുകയാണെന്ന് തോന്നരുത്, എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്നും തോന്നരുത്. ഒരു സമതുലിതവും നിയന്ത്രിതവുമായ നേത്രബന്ധം നിങ്ങൾ അവരുടെ വാക്കുകൾ കേൾക്കുകയും മനസ്സിലാക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് മുന്നിലിരിക്കുന്ന ആൾക്ക് മനസ്സിലാക്കിക്കൊടുക്കുന്നു. നിങ്ങളുടെ കണ്ണുകളാണ് നിങ്ങളുടെ ആത്മവിശ്വാസം കാണിക്കുന്നത്. കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്കൊപ്പം നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളും അവർ വായിച്ചെടുക്കുന്നു. തന്ത്രം 3. മുന്നിലുള്ളയാളുടെ ദൗർബല്യം മനസ്സിലാക്കുക. തന്ത്രപരമായി സംസാരിക്കുന്നതിന്റെ ഏറ്റവും ആഴത്തിലുള്ള രഹസ്യം നിങ്ങൾ മുന്നിലുള്ള വ്യക്തിയെ കേൾക്കുക മാത്രമല്ല, അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ്. ഓരോ മനുഷ്യനും പുറത്തുനിന്ന് എത്ര ശക്തനും ആത്മവിശ്വാസമുള്ളവനും അലസനുമായി തോന്നിയാലും അവന്റെ ഉള്ളിൽ എന്തെങ്കിലും തകർന്നതോ പൂർത്തിയാകാത്തതോ ആയ ഒരു കഥയോ ഭയമോ ദൗർബല്യമോ ഉണ്ടാകും. അതവനെ വീണ്ടും വീണ്ടും അലട്ടിക്കൊണ്ടിരിക്കും. ആ ദൗർബല്യം തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ തന്ത്രശാലി. ചാണക്യൻ പറഞ്ഞു, ശത്രുവിനെ തോൽപ്പിക്കും മുമ്പ് അവന്റെ ദൗർബല്യം അറിയുക. എന്നാൽ ഈ തത്വം ബന്ധങ്ങളിൽ പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് ആരെയും കീഴടക്കാൻ കഴിയില്ല, മറിച്ച് അവരുടെ ഹൃദയം കീഴടക്കാൻ കഴിയും. ആളുകളുടെ സംസാരം കേൾക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ മാത്രം ശ്രദ്ധിക്കാതെ ആ വാക്കുകൾ ഏതു വേദനയിൽ നിന്നോ ഭയത്തിൽ നിന്നോ ആണ് വന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരാളുടെ ദൗർബല്യം മനസ്സിലാക്കുകയും അതേ സ്ഥാനത്ത് നിന്ന് അവരുമായി സംഭാഷണം തുടങ്ങുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി നിങ്ങളെ കേൾവിക്കാരനായിട്ടല്ല, മറിച്ച് സഹാനുഭൂതിയുള്ള ഒരാളായി കാണുന്നു. അവിടെയാണ് ഒരു സാധാരണ സംസാരം സ്വാധീനമുള്ള ആശയവിനിമയമായി മാറുന്നത്. ഇത്തരത്തിലുള്ള ബന്ധം വളരെക്കാലം നിലനിൽക്കും. തന്ത്രം 4. ഒറിജിനലായിരിക്കുക. ലോകം വ്യാജന്മാരെ പെട്ടെന്ന് തിരിച്ചറിയും. കൂട്ടുകാരെ, നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും തന്റെ ശബ്ദത്തിന്റെ ടോൺ മാറ്റുകയോ അല്ലെങ്കിൽ തന്റെ ശബ്ദം മികച്ചതായി കാണിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാറില്ലേ? ഇതാണ് എല്ലാവർക്കും സംഭവിക്കുന്നത്. തന്ത്രപരമായി സംസാരിക്കുന്നതിന്റെ ഏറ്റവും വലിയ മന്ത്രം നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയായിരിക്കുക എന്നതാണ്. വ്യക്തിയുടെ സ്വഭാവമാണ് അവന്റെ യഥാർത്ഥ ഐഡന്റിറ്റി, വാക്കുകളുടെ ആഡംബരമല്ല എന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മുഖംമൂടിയില്ലാതെ സ്വയം അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളിൽ ഒരു പ്രത്യേക ആത്മവിശ്വാസവും സത്യസന്ധതയും പ്രകടമാകും. ആളുകൾ പകർത്തപ്പെട്ട ശൈലിയെ ഇഷ്ടപ്പെടുന്നില്ല, മറിച്ച് സ്ഥിരതയെയും തനിമയെയുമാണ്. നിങ്ങളുടെ സ്വന്തം ശബ്ദം, അത് കട്ടിയുള്ളതോ നേർത്തതോ ഇടർച്ചയുള്ളതോ പതുക്കിയുള്ളതോ ആകട്ടെ, അതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി. നിങ്ങളുടെ സംസാര വേഗത, നിങ്ങളുടെ ഭാവങ്ങൾ, നിങ്ങളുടെ വാക്കുകളുടെ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാമാണ് നിങ്ങളെ നിങ്ങളാക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഈ തനിമയെ സ്വീകരിക്കുമ്പോൾ മാത്രമേ മുന്നിലുള്ള വ്യക്തിയെ നിങ്ങളുടെ വാക്കുകളുമായി ബന്ധിപ്പിക്കാൻ കഴിയൂ. തന്ത്രം 5. മൗനം ഒരു തന്ത്രമാണ്. എല്ലാം പറയേണ്ടത് വിവേകമല്ല. സംസാരിക്കുന്നതിലെ കല സംസാരിക്കുന്നതിൽ മാത്രമല്ല. ചിലപ്പോൾ ഏറ്റവും വലിയ വിവേകം ശരിയായ സമയത്ത് നിശബ്ദനായിരിക്കുന്നതിലാണ്. യഥാർത്ഥ തന്ത്രശാലി ആരാണെന്ന് വെച്ചാൽ, എപ്പോഴാണ് സംസാരിക്കേണ്ടത് എന്നതിനേക്കാൾ കൂടുതൽ എപ്പോഴാണ് മിണ്ടാതിരിക്കേണ്ടത് എന്ന് അറിയുന്നവനാണ്. ചാണക്യൻ പറഞ്ഞു, ചോദിക്കാതെ ഉപദേശം നൽകുകയും ചിന്തിക്കാതെ സംസാരിക്കുകയും ചെയ്യുന്നവനാണ് വിഡ്ഢിയുടെ അടയാളം. ഇതിനർത്ഥം നിങ്ങൾ മിണ്ടാതിരിക്കണമെന്നല്ല, മറിച്ച് നിങ്ങളുടെ വാക്കുകളുടെ വില നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ സത്യവും എല്ലാവരോടും പറയേണ്ടതില്ല. എല്ലാ കാര്യവും എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും പറയേണ്ടതില്ല. ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുകയും വിവേകിയാക്കുകയും ചെയ്യുന്ന ശക്തി. നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ നിയന്ത്രിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിച്ചു കേൾക്കും. കാരണം അവർക്കറിയാം, ഈ വ്യക്തി അനാവശ്യമായി സംസാരിക്കില്ല. തന്ത്രം 6. എവിടെ സംസാരിക്കണം, എവിടെ മിണ്ടാതിരിക്കണമെന്ന് മനസ്സിലാക്കുക. സംസാരത്തിൽ വാക്കുകളുടെ ഉപയോഗം മാത്രമല്ല, വിവേകത്തിന്റെ ഉപയോഗവുമുണ്ട്. വിവേകത്തിന്റെ ഏറ്റവും വലിയ അടയാളം എവിടെ സംസാരിക്കണം, എവിടെ മിണ്ടാതിരിക്കണമെന്നറിയുന്നതാണ്. ശരിയായ സമയത്ത് സംസാരിക്കുന്നത് നിങ്ങൾക്ക് വഴികൾ തുറന്നുതരും. എന്നാൽ എവിടെ സംസാരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നോ അവിടെ നിങ്ങൾ മിണ്ടാതിരുന്നാൽ ആ നിശബ്ദത നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യമായി മാറും. സംഭാഷണം തുടങ്ങുന്നതിനു മുമ്പ് അല്പം ഇടവേളയെടുക്കുക, ചിന്തിക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചാണക്യന്റെ ഒരു പ്രധാന സൂത്രവാക്യം ഇവിടെ ഓർക്കുക: സമയം, സ്ഥലം, വ്യക്തി എന്നിവയനുസരിച്ച് മാത്രം സംസാരം ഉപയോഗിക്കുക. അതായത്,
നിങ്ങളുടെ സംസാരം സമയത്തിനും വ്യക്തിക്കും അനുയോജ്യമാകുമ്പോൾ മാത്രമേ അത് പ്രയോജനകരമായി കണക്കാക്കപ്പെടുകയുള്ളൂ. മുന്നിലുള്ള വ്യക്തിയുടെ താൽപ്പര്യമെന്താണെന്ന് നിങ്ങൾ എങ്ങനെ അറിയും? അതിന് ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ എളുപ്പവഴിയുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അല്പം ശ്രദ്ധിക്കുക. അവർ ഏത് പേജുകളാണ് പിന്തുടരുന്നത്, എന്താണ് ലൈക്ക് ചെയ്യുന്നത്, ഏത് വിഷയത്തിലാണ് കൂടുതൽ പ്രതികരിക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പെട്ടെന്ന് ബന്ധിപ്പിക്കുന്നു. തന്ത്രം 7. വേണ്ട എന്ന് പറയാൻ പഠിക്കുക. നിങ്ങൾ തന്ത്രപരമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം മനസ്സിലാക്കുക, എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. നിങ്ങൾ എല്ലാ തവണയും അതെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വില നിങ്ങൾ സ്വയം കുറയ്ക്കുന്നു. ചാണക്യൻ പറഞ്ഞു, എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവൻ ഒടുവിൽ സ്വയം നഷ്ടപ്പെടുത്തുന്നു. ഇത് ഇന്നത്തെ ഔദ്യോഗികവും വ്യക്തിപരവുമായ ജീവിതത്തിൽ ബാധകമാണ്. വേണ്ട എന്ന് പറയുന്നത് ഒരു കലയും ഒരു അത്യാവശ്യ തന്ത്രവുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെല്ലാവർക്കും വേണ്ടി എല്ലാ സമയത്തും ലഭ്യമായിരിക്കേണ്ടതില്ല. നിങ്ങൾ എല്ലായ്പ്പോഴും എല്ലാവർക്കും വേണ്ടി തയ്യാറായി നിൽക്കുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെ നിസ്സാരമായി എടുക്കാൻ തുടങ്ങും. നിങ്ങൾക്കൊരു മുൻഗണനയുമില്ലെന്ന് അവർക്ക് തോന്നും. അവിടെ നിങ്ങളുടെ മൂല്യം കുറയുന്നു. ഒരു കാര്യത്തിന് വേണ്ട എന്ന് പറയേണ്ടി വരുമ്പോൾ വ്യക്തമായും നേർക്കുനേരെയും പറയുക. വളച്ചുകെട്ടി സംസാരിക്കരുത്. ഇത് എനിക്ക് ചെയ്യാൻ കഴിയില്ല, കാരണം എനിക്ക് സ്വന്തമായി ജോലികളുണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങളുടെ ബഹുമാനം കുറയുകയോ ബന്ധങ്ങൾ തകരുകയോ ചെയ്യുന്നില്ല. നേരെ മറിച്ച് ആളുകൾ നിങ്ങളെ നിങ്ങളുടെ അതിരുകൾ അറിയുന്ന സത്യസന്ധനായ ഒരാളായി കാണുന്നു. തന്ത്രം 8. കുറച്ച് സംസാരിക്കുക, എന്നാൽ ഹൃദയത്തിലും മനസ്സിലും പതിക്കും വിധം സംസാരിക്കുക. തന്ത്രപരമായി സംസാരിക്കുക എന്നാൽ എപ്പോഴും കൂടുതൽ സംസാരിക്കുക എന്നല്ല. കുറഞ്ഞ വാക്കുകളിൽ വലുതും സ്വാധീനമുള്ളതുമായ കാര്യങ്ങൾ പറയാൻ കഴിയുന്നതിലാണ് യഥാർത്ഥ വിവേകം. ചാണക്യൻ പറഞ്ഞു, വിഡ്ഢിയുടെ അടയാളം അവൻ എന്തു പറയുന്നു എന്നതല്ല, അവൻ എപ്പോഴാണ് മിണ്ടാതിരിക്കുന്നത് എന്നതാണ് യഥാർത്ഥ അടയാളം. അതായത്, മിണ്ടാതിരിക്കാനുള്ള സമയം മനസ്സിലാക്കുകയും സംസാരിക്കാനുള്ള ശരിയായ അവസരം തിരിച്ചറിയുകയും ചെയ്യുന്നതാണ് തന്ത്രം. നിങ്ങൾ സംസാരിക്കുന്ന ഒരു കാര്യം 5 മിനിറ്റിനുള്ളിൽ തീർക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ നിങ്ങൾ 15 മിനിറ്റ് എടുത്തുവെങ്കിൽ നിങ്ങൾ മുന്നിലുള്ള ആളുടെ ശ്രദ്ധയും നിങ്ങളുടെ പ്രതിച്ഛായയും നഷ്ടപ്പെടുത്തുകയാണ്. യഥാർത്ഥ ബുദ്ധിമാൻ സംസാരിക്കുന്നതിനു മുമ്പ് ചിന്തിക്കുന്നവനാണ്. അവൻ വാക്കുകളുടെ വില അറിയുന്നു. ഓരോ വാക്യത്തെയും ഒരസ്ത്രം പോലെ ഉപയോഗിക്കുന്നു. നീണ്ട സംസാരം ആളുകൾ നിങ്ങളെ ഗൗരവമായി എടുക്കാൻ കാരണമാകില്ല. എന്നാൽ നിങ്ങൾ കുറഞ്ഞ വാക്കുകളിൽ ആഴത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ സ്പർശിക്കുകയും മനസ്സിൽ പതിക്കുകയും ചെയ്യും. തന്ത്രം 9. കേൾക്കാൻ പഠിക്കുക. ഏറ്റവും കുറവ് സംസാരിക്കുന്നവനാണ് ഏറ്റവും തന്ത്രശാലി. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് എങ്കിൽ ആദ്യം നിങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കാൻ പഠിക്കണം. ഇത് വളരെ ലളിതമായി തോന്നുന്നു, എന്നാൽ ഇതാണ് ഏറ്റവും വലിയ തന്ത്രം. കേൾക്കുന്നവൻ പഠിക്കുന്നു, പഠിക്കുന്നവൻ ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുന്നു എന്ന് ചാണക്യനീതി പറയുന്നു. കേൾക്കുക എന്നാൽ വാക്കുകൾ മാത്രം പിടിച്ചെടുക്കുക എന്നല്ല, മറിച്ച് മുന്നിലുള്ള ആളുടെ വികാരങ്ങൾ, ചിന്തകൾ, ഉദ്ദേശ്യങ്ങൾ എന്നിവ മനസ്സിലാക്കുക എന്നാണ്. നിങ്ങൾ ഒരാളുടെ സംസാരം ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ നിങ്ങൾക്കവരെ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നു. അവരുടെ ആവശ്യമെന്താണ്, അവർ എന്താണ് ചിന്തിക്കുന്നത്, എന്തിലാണ് അവർ സ്വാധീനിക്കപ്പെടുന്നത്. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിന്റെ ഭൂപടം വായിച്ചെടുക്കുന്നു. ഇത് സംഭവിച്ചാൽ ഒരാളെ ബോധ്യപ്പെടുത്താനോ നിങ്ങളുടെ കാര്യം അംഗീകരിപ്പിക്കാനോ വളരെ എളുപ്പമാകും. തന്ത്രം 10. മുന്നിലുള്ളയാളുടെ ഭാവങ്ങൾ വായിക്കാൻ പഠിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ശബ്ദമില്ലാതെ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? ശബ്ദമില്ലെങ്കിലും അഭിനേതാക്കളുടെ മുഖഭാവങ്ങൾ കണ്ട് രംഗത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. ദുഃഖം, ദേഷ്യം, പ്രണയം, ഭയം. ഇത് സംഭവിക്കുന്നത് മനുഷ്യന്റെ ശരീരഭാഷയും മുഖഭാവങ്ങളും ഒരു വാക്കുപോലും പറയാതെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു എന്നതിനാലാണ്. നിങ്ങളുടെ വാക്കുകൾ സ്വാധീനമുണ്ടാക്കണമെങ്കിൽ നിങ്ങൾ സംസാരിക്കുക മാത്രമല്ല, മുന്നിലുള്ളയാളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും അറിയണം. സംസാരിക്കുമ്പോൾ എപ്പോഴും നിരീക്ഷിക്കുക, മുന്നിലുള്ളയാൾ എങ്ങനെ പ്രതികരിക്കുന്നു, അവരുടെ കണ്ണുകൾ എന്താണ് പറയുന്നത്, അവർക്ക് നിങ്ങളുടെ വിഷയത്തിൽ താൽപ്പര്യമുണ്ടോ അതോ വെറുതെ കാണിക്കുകയാണോ, അവർ ചിരിക്കുന്നുണ്ടോ അതോ മടുത്തിരിക്കുന്നുണ്ടോ. ചാണക്യനീതി ഇതാണ് പഠിപ്പിക്കുന്നത്. ബുദ്ധിമാനായ വ്യക്തി സാഹചര്യങ്ങൾക്കും വ്യക്തിക്കുമനുസരിച്ച് തന്റെ സംസാരരീതി മാറ്റുന്നു. മുന്നിലുള്ളയാൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് അനുഭവിക്കുന്നത് എന്നറിയുന്നത് ഒരു ചാരപ്രവൃത്തിയേക്കാൾ ഒട്ടും കുറവല്ല. ഈ കല പഠിച്ചവന് ആളുകളുടെ ഹൃദയം കീഴടക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ കൂട്ടുകാരെ, തന്ത്രപരമായി സംസാരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അതിന് ശരിയായ രീതിയും ശരിയായ കാഴ്ചപ്പാടും മാത്രം മതി. ഈ നുറുങ്ങുകൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ, നിങ്ങളുടെ സംഭാഷണങ്ങളിൽ ഈ കല സ്വീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് തീർച്ചയായും ലൈക്ക് ചെയ്യുകയും പങ്കുവയ്ക്കുകയും ചെയ്യുക. അറിവ് നിറഞ്ഞ കൂടുതൽ വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യാൻ മറക്കരുത്. കാരണം ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് ചാണക്യനീതിയിൽ നിന്നുള്ള പാഠങ്ങളും ജീവിതം മാറ്റുന്ന നുറുങ്ങുകളും ദിവസവും കൊണ്ടുവരുന്നു.